ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ മുടി വെട്ടാൻ പോണേണ്. അപ്പം നിങ്ങൾക്ക് 4, 3, 7 നാരുള്ള ആ തലയിൽ ഇനി എന്താണ് ഈ അറുത്ത് മുറിച്ച് ഇവിടെ കളയാൻ പോണേന്ന്. എൻ്റെ മുടി കാണുന്ന പോലെയല്ല, നല്ല ഡാമേജ് ആട്ടാ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് മുടി വെട്ടാൻ നല്ല മടിയായതുകൊണ്ട് മുസ്തുവിനെ അങ്ങോട്ട് വിട്ടു. മുസ്തു ഓൾറെഡി റെഫറൻസ് ഒക്കെ ആയിട്ട് വന്നുകൊണ്ട് വോൾഫ് കട്ടാണ് ചെയ്തത്. അത് കുറച്ച് സമയം എടുത്തു, ഞാൻ അത്ര നേരം പോസ്റ്റായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ എൻട്രി. അപ്പം നമ്മൾ സാധാരണ പോലെ തന്നെ ഇന്നും ഒരു ഫോട്ടോയും വീഡിയോയും ഒന്നും നോക്കിയിട്ടല്ല പോയത്. അവിടെ പോയിട്ട് അവരോട് പറയും എനിക്ക് ചേട്ടൻ എന്തെങ്കിലും വെച്ചാൽ നിങ്ങളും കാണിച്ചോ. അപ്പോൾ അവർ ലെയർ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാ. എൻ്റെ മുടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡാമേജാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ മിക്കവരോട് ചോദിക്കാറുണ്ട് ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ, സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ടോ, സ്മൂത്തൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷെ സത്യം പറയാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ബൈ ബർത്ത് ഇങ്ങനെ തന്നെയാണ്. കുറച്ച് നാൾക്ക് മുന്നേ കുറച്ചുകൂടി ഉള്ളുണ്ടായിട്ട് കുറച്ചുകൂടി ഭംഗിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ നശിച്ച് നാരായണ കല്ലെടുത്തു. വേറൊന്നുമില്ല, ഞാൻ ഈ ഹെയർ കളർ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളറ് ഈ ഹെയറിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ബ്ലീച്ചൊക്കെ ചെയ്യണ സമയത്ത് ഹെയർ നല്ല രീതിക്ക് ഡാമേജായി. ഇതിന് മുന്നേ ഞാൻ കഴിഞ്ഞ നവംബറിൽ ഇങ്ങനെ ബോബ് കട്ടൊക്കെ ചെയ്തെങ്കിൽ പോലും, അതായത് അത്രയും ഡാമേജ് ഹെയർ വെട്ടിക്കളഞ്ഞെങ്കിൽ പോലും ഞാൻ അന്ന് വിചാരിച്ചത് ഞാൻ ഇനി കളർ ചെയ്യില്ലെന്നാണ്. എന്നിട്ട് ഞാൻ പിന്നെ കളർ ചെയ്ത് പിന്നെ ആ മുടി അങ്ങോട്ട് നശിപ്പിച്ചു. ഇന്ന് സത്യം പറഞ്ഞ് ഈ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ മുടി അങ്ങ് മൊട്ടയടിച്ച് കളഞ്ഞാലോ, അല്ലെങ്കിൽ വല്ല ബോയ്ക്കട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, ഈ മുടി വെട്ടുന്ന ആൾ തന്നെ പറഞ്ഞു നല്ല ഡ്രൈ ആണ് മുടി, ദൂരം മുടിയാണ് പോണേന്ന് അറിയാമോ. അവർ ചീകണനുസരിച്ച് ചീപ്പിന്ന് ആൾ എടുത്തെടുത്ത് കളയാം. അതേപോലെ മുടി പോകുന്നുണ്ട്. നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യ്, വല്ല ബോട്ടോക്സ് അവർ കുറേ എനിക്ക് പേര് പോലും അറിയില്ലാത്ത, കാരണം ഞാൻ ഒന്നും സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അവരെന്നോട് ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ പോലും ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ഒരു ഷാമ്പു ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളേ അല്ല. അപ്പോൾ അവർ ചിരിക്കുക. അവരെന്നോട് പറയാം നല്ലൊരു ഷാമ്പു യൂസ് ചെയ്യ്, നല്ലോണം കണ്ടീഷണർ യൂസ് ചെയ്യ്, മുടി അത്ര മോശമൊന്നുമല്ല, മുടി ശരിയാക്കി എടുക്കാൻ പറ്റും, അതേപോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യ്, ഇപ്പം ചെയ്യണമെന്നൊക്കെ അവർ ചോദിച്ചു. അവർ പറഞ്ഞ ഹെയർ അവർ പ്രൈസ് വരെ പറഞ്ഞു 9,000 ഞാൻ പറഞ്ഞു അയ്യോ ഇപ്പം വേണ്ട, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഹെയർ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയെങ്കിലും കട്ട് ചെയ്തിട്ട് അത്യാവശ്യം ഹെയർ കെയർ ഒക്കെ ചെയ്ത് ഇതൊന്ന് എങ്ങനെയെങ്കിലും നന്നാക്കി കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ, ഞാൻ ഇതിന് മുന്നേ എല്ലാവർക്കും സർപ്രൈസ് കൊടുത്താണ് എനിക്ക് ശീലം, വീട്ടുകാരടക്കം. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഇട്ടായിരുന്നു, അതായത് ഞാൻ ഹെയർ കട്ട് ചെയ്യട്ടെ എന്ന്. അപ്പോൾ പോളിൻ്റെ റിസൾട്ട് വന്നത് കൂടുതലും യെസ് ആയിരുന്നു. പക്ഷെ കുറച്ച് പേര് എനിക്ക് വിരലെണ്ണാവുന്ന കേട്ടോ, 2-3 പേരൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു. എന്നോട് ചിലർ എന്തായി പോളിൻ്റെ റിസൾട്ട് എന്തായി എന്ന് ചോദിച്ചവർ വരെ ഉണ്ട്. അപ്പോൾ കുറേ പേരെന്നോട് ഒരേ ഇതിൽ പറഞ്ഞു അതായത് കട്ട് ചെയ്യരുത് ഇതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഹെയർ അത്ര ഡാമേജാണ്. അത് നമുക്ക് പിടിക്കുമ്പോഴൊക്കെ മനസ്സിലാവും, നമുക്ക് പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ മുടി വളർത്താൻ ഇഷ്ടമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ എനിക്ക് വെട്ടണതുകൊണ്ട് പ്രശ്നവുമില്ല കേട്ടോ. എനിക്ക് മുടി വെട്ടുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, കാരണം കൊള്ളില്ലാത്ത മുടിയല്ലേ പോണേ, അത്രേ ഞാൻ വിചാരിക്കാറുള്ളൂ കേട്ടോ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം എനിക്ക് ഭയങ്കര ടെൻഷനായി, മുടി കുറേ വെട്ടിപ്പോയാ. ഞാൻ അവിടുന്ന് മുസ്തുവിനോട് ചോദിക്കുന്നു മുടി പോയാ. എന്നിട്ട് ഞാൻ അറ്റ് ടൈം ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കും, പോട്ടെ എന്തിന് കൊള്ളില്ലാത്ത മുടി. കാരണം പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഹെയർ ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ്, ഇപ്പോഴല്ല കേട്ടോ, പണ്ട് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടിക്കൊണ്ടിരുന്നത് എൻ്റെ മുടിക്കാണ്. എല്ലാവരും നോട്ടീസ് ചെയ്തുകൊണ്ടിരുന്നതും എൻ്റെ മുടിയാണ്. കാരണം അത്യാവശ്യം ലെങ്ത്തും അതിനേലും നല്ലതായിട്ട് ഉള്ളൊക്കെ ഉണ്ടായിരുന്നടാ. പക്ഷേ ഇപ്പം പോയി ഞാൻ ഏത് പാർലറിൽ ഹെയർ കട്ട് ചെയ്യണ കാര്യം പറഞ്ഞ് പോയാലും അവരെപ്പോഴും എന്നോട് ചോദിക്കും എന്താ വിക്കം മുടിയാണിത്, അങ്ങനെയാണ് അവർ പറയാറ്. അതായത് അത്ര അവർക്ക് പിടിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, ഓക്കെ ഈ മുടി ഇത്ര ഡാമേജാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇത്ര ഉള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് നോ പറഞ്ഞ് ആരും വിഷമമൊന്നും വിചാരിക്കരുത്. എനിക്ക് നല്ല മുടി വരാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിത് ചെയ്തത്. എനിക്ക് തോന്നല്ല ഇത്ര വെച്ച് കട്ട് ചെയ്തിട്ടും കാര്യമൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ലൊരു ഷോർട്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, അത് ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യാം. വേറെ ഒന്നല്ല, ഞാൻ ഒരു 5 മണിക്കൊക്കെ ശേഷമാണ് ഈ ഷോപ്പിൽ പോയത്. ഈ ഹെയർ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു 6:45 കഴിഞ്ഞ്. ഇവരെല്ലാവരും നോമ്പ് പിടിച്ചേക്കണ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ചെറുതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അധികം നേരം അവിടെ നിൽക്കാനും വീഡിയോസ് എടുക്കാനും കാര്യങ്ങൾക്കൊന്നും നിന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ലാതെ ഞാൻ വേറെ വീഡിയോ എടുത്തില്ല എന്നാട്ടോ ഉദ്ദേശിച്ചത്. കാരണം അവിടെ നിന്ന് ഇറങ്ങി, കാരണം അവരും അതുകൊണ്ടാട്ടോ, അതായത് അവർ നോമ്പ് പിടിച്ചിരിക്കുന്നതുകൊണ്ടും അവർക്ക് ഫുഡ് കഴിക്കിയ സമയമായതുകൊണ്ടാട്ടോ. നമ്മളും ആകെ വിശന്ന് കത്തിയിരിക്കണോണ്ട് നമ്മൾ ഓടിപ്പോയൊരു ഷവായ വിത്ത് അഫ്ഗാനി റൈസ് കഴിച്ചിട്ടോ. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന് പിന്നെ എന്താ പറയാൻ മതിയെന്നറിയാമോ, അടയാളപ്പെടുത്തുക കാലമേ ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. കണ്ട, ഞാൻ ആദ്യമായിട്ട് ഫുഡ് ഫുൾ കഴിച്ചറാ. ഇതിന് വേറെ എന്ത് വേണം, മുടിവെട്ട സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. അപ്പം എന്താ ഇത്രയുള്ളൂ, ബൈ.